കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാവാൻ ചൂടും പരവേശവും വെപ്രാളവും ഒന്നും പറയണ്ട. വെള്ളം കുടിച്ചിട്ടൊരു ദാഹവും തീരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുക്കളയിൽ വരുമ്പോൾ ഒരു കുപ്പി മോരിരിക്കുന്ന കണ്ടത്. അപ്പം തോന്നിയ ഒരു ഐഡിയ, എന്നാ പിന്നെ ലേശം മോരും വെള്ളമാക്കാം. നേരെ പോയി കരിയാപ്പിലിൻ്റെ ഇന്ന് കരിയാപ്പിലയും പറിച്ച് അടുക്കളയിലെത്തി. അപ്പത്തേനും അതാ ചീനി പറിച്ചിട്ടില്ല. എന്നാൽ പിന്നെ പോയി ലേശം 2 കാന്താരി പറിച്ചിട്ട് വരാമെന്ന് ചോദിച്ച് കാന്താരി നല്ലോണം പറിച്ചങ്ങ് എടുത്തു. മൂത്ത കാന്താരി ഇരുന്ന് കേട്ടോ, എന്നാലും വേണ്ടില്ല, കുറച്ച് എരിവിരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. മിക്സിയുടെ ജാറെടുത്തു. അതിലേക്ക് ഞാൻ ഈ മൂത്ത കാന്താരി അങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ ഒരു 5-6 ചെറിയുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ഒരു ഇഞ്ചിയാണ്. ഇഞ്ചിനെ കുളിപ്പിച്ച് സുന്ദരനാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് നമ്മൾ പറിച്ചെടുത്ത കരിയാപ്പില തണ്ടിൽ നിന്ന് കരിയാപ്പില ഊരിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം ഞാൻ ഇട്ടത് കല്ലുപ്പാണ്. കല്ലുപ്പും കൂടി ഇട്ടതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മോരും കൂടി ഒഴിച്ചു. എന്താ നല്ല മോരെന്നറിയോ, പുളി അധികം ഇല്ലാത്ത മീഡിയം പുളിയുള്ള മോരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം തന്നെ മോരൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മിക്സിയിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് അരിപ്പ് വെച്ച് അതിലേക്ക് ഊറ്റി ഒഴിച്ചു. അതിലെ ചതഞ്ഞരഞ്ഞിട്ടുള്ള മുളകും കരിയാപ്പിലയെല്ലാം മാറ്റിയതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സിലേക്ക് അത് ഊറ്റിയെടുത്തു. ഗ്ലാസ്സിലേക്ക് ഊറ്റിയെടുത്ത മോര് ഞാൻ അതുമായി ആദ്യം എത്തിയത് മോൻ്റെ അടുത്താണ്. അവൻ മോൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവന് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി അവനെ ഡോറിൽ തട്ടി വിളിച്ച് മോരും കൊണ്ട് വരുന്ന കണ്ട എന്നെ ഫോൺ കണ്ടപാടെ അവൻ കൈകൊണ്ട് തടഞ്ഞു. അയ്യോ, എൻ്റെ വീഡിയോ എടുക്കരുതേ പറഞ്ഞു. വീഡിയോയിൽ ഫേസ് കാണിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് അവന്റെ ഫേസ് അധികം കാണിക്കാൻ നിന്ന എൻ്റെ ഫോണ് തീരുമാനമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനുള്ള മോരും കൊടുത്ത് ഞാൻ നേരെ താഴോട്ട് വന്നു. താഴെ വന്ന് ഞാൻ എൻ്റെ പങ്ക് മോരും എടുത്ത് കസേരയിൽ വന്നിരുന്ന് മോരുകൂടി തുടങ്ങി. ആസ്വദിച്ചുള്ള മോരുകൂടി, എരിവും ആ ഇഞ്ചിയുടെ രുചിയും കരിയാപ്പിലയുടെ രുചിയും എല്ലാം കൂടി ആയപ്പത്തിന് എന്താ ടേസ്റ്റ് എന്നറിയോ. മോരുകുടിയെല്ലാം കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇരിക്കുമ്പോഴാണ് വായി പോച്ചിൽ തുടങ്ങിയത്. എന്താന്നല്ലേ, നല്ല മൂത്ത കാന്താരി ഇട്ട് കൊടുത്തതേ, പിന്നെ എങ്ങനെ പോച്ചിലെടുക്കാതിരിക്കും.